മന്ത്രി മുരളീധരന് കിട്ടിയതൊന്നും പോരാ, വീണ്ടും വീണ്ടും ഇരന്ന് വാങ്ങാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നാം. ഒരു കാര്യമില്ല. ഇന്നിപ്പോ രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് സ്വന്തം വകുപ്പുമായി ബന്ധപ്പെട്ട് എടുത്താൽ പോങ്ങാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ശ്രദ്ധ. കാര്യം, കഴിവുകേട് മറയ്ക്കാനായിട്ട് പിണറായിയുടെ പേരങ്ങ് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ അതങ്ങ് ഏറ്റെടുത്തോളും, ഞാൻ സൈഡ് വഴി എന്റെ വീഴ്ചകളുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകാമെന്ന രീതിയിലാണ് ഒരു കാര്യവുമില്ലാതെ പിണറായി വിജയനെ ചാരിക്കൊണ്ടൊരു ആക്ഷേപം നടത്തിയത്. എന്നാൽ ഇപ്പോൾ ഒരു മന്ത്രിയാണ് ഒരു ആക്ഷേപം ചൊരിയുമ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കണം. ഏതെങ്കിലും വാവളന്താമാർ എഴുതി തരുന്നത് അതേപടി പറയാൻ നിന്നാൽ എന്ത് പറ്റുമെന്ന് നിങ്ങൾക്കിപ്പോ കാട്ടിത്തരാം. അപ്പോ ഇന്നിപ്പോ ഒരു കാര്യവുമില്ലാതെ പിണറായി വിജയനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്ന് ചൊറിഞ്ഞ് സ്കോർ ചെയ്യാൻ ശ്രമിച്ച മുരളീധരന്റെ ഡയലോഗ് ഒന്ന് കേട്ടെ. ഇന്നലെ SFIയുടെ സമരം നടന്നു. എല്ലാ വിദ്യാർത്ഥികളും സമരരംഗത്താണ്. പക്ഷെ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ നീറ്റിനെ കുറിച്ചോ മോഡിയെ കുറിച്ചോ ധർമ്മേന്ദ്ര പ്രധാനെ കുറിച്ചോ അല്ല പറഞ്ഞത്. മുരളീധർ ജിയുടെ ഇമാതിരി കിങ്ങിണിത്തരങ്ങൾ കൊണ്ട് എത്ര തവണ ഏറിൽ പോയതാണ്, എന്നാലും അവസാനിക്കില്ല. ആ കിങ്ങിണിത്തരം എന്ന് പറഞ്ഞാൽ ജന്മവാസനയാണ്. നമ്മുടെ നാട്ടിൽ പറയും ഊളത്തരമെന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് പിണറായിയുടെ പ്രസംഗം പോലും കേൾക്കാതെ ഈ ഡയലോഗ് അടിച്ചത്. അവിടെയാണ് പിണറായി പറയുന്നത്, അനിയ അവിടെ നിൽ, ഇനി നീ ദേ ഇതൊന്ന് കാണും. ഇപ്പോ പ്രക്ഷോഭകർ ഉന്നയിച്ചിട്ടുള്ളത് തീർത്തും ന്യായമായ ഒരു ആവശ്യമാണ്. ആ ആവശ്യം ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അത് ന്യായമായ ആവശ്യമാണ്. ആ ആവശ്യം അംഗീകരിക്കാനുള്ള സന്നദ്ധതയാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കേണ്ടത്. അതോടൊപ്പം പ്രധാനമന്ത്രിക്കും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനാകില്ല. പ്രധാനമന്ത്രിയും തന്റെ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ ഈ കാര്യത്തിൽ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതേവരെ ഈ പ്രക്ഷോഭം ശക്തമായി തുടരേണ്ടതായിട്ട് വരും. ആ പ്രക്ഷോഭത്തിന് എല്ലാ പിന്തുണയും ഇങ്ങ് കേരളത്തിൽ നിന്നാണെങ്കിലും SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ നൽകുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. കേട്ടല്ലോ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് തന്നെയാണ് പിണറായിയുടെ വാചകങ്ങളിൽ കഴിഞ്ഞ ദിവസം SFIയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞത് ചെവി കേറിയില്ല, അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് എന്തെങ്കിലും എഴുതി തരാൻ ഏൽപ്പിച്ചവൻ ആ സമയത്ത് വേറെന്തോ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിണറായിയെ ധർമ്മേന്ദ്ര പ്രധാനെ കുറിച്ചോ മോഡിയെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല, അവർക്ക് അനുകൂലമായിട്ടുള്ള മറുപടി പറഞ്ഞു എന്ന് ഉളുപ്പില്ലാതെ പുറത്തിറങ്ങി പറഞ്ഞു. കഴിഞ്ഞ 5 വർഷവും ഇമാതിരി നുണകളാണ് പുറത്ത് പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞത്. എന്നാൽ മന്ത്രിയാകുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തമുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടും. അത് ഓഡിറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഒരു മന്ത്രി കസേരയുടെ വില കൂടിയാണ് നഷ്ടപ്പെടുന്നതെന്ന് ഈ കിങ്ങിണിത്തരം കാണിക്കുന്നവരടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് നമ്മൾ ഡയലോഗ് അടിച്ചാൽ കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങൾക്ക് അതൊരു ഹോട്ടാണ്. അത് വെച്ച് ബ്രേക്കിംഗ് ആകും. എന്റെ പേര് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. പിണറായിയെ കുറ്റം പറഞ്ഞതുകൊണ്ട് കുറച്ചു പേരിൽ നിന്ന് എനിക്ക് കയ്യടി കിട്ടും. ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്ത് സംഭവിച്ചു? വീണ്ടും കിങ്ങിണിത്തരം പറഞ്ഞ് മുരളീധരൻ ഏറിൽ പോയിട്ടുണ്ട്. പൊതിച്ചോറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്ന് ശൂന്യാകാശത്ത് നിന്ന് താഴെ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പനപ്പൂപ്പന്മാരെ എല്ലാം നാട്ടുകാർ സ്മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആവശ്യമില്ലാതെ വന്ന് എന്റെ വീഴ്ചകൾ മറയ്ക്കാൻ പിണറായിയുടെ തോളിൽ ചാരാൻ ശ്രമിച്ചതാണ് ഇങ്ങനെ ഒരു അക്കിടി പറ്റിയത്. ഇന്നലെ SFIയുടെ സമരം നടന്നു. എല്ലാ വിദ്യാർത്ഥികളും സമരരംഗത്താണ്. പക്ഷെ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ നീറ്റിനെ കുറിച്ചോ മോഡിയെ കുറിച്ചോ ധർമ്മേന്ദ്ര പ്രധാനെ കുറിച്ചോ അല്ല പറഞ്ഞത്. അനിയ നിൽ. ഇപ്പോ പ്രക്ഷോഭകർ ഉന്നയിച്ചിട്ടുള്ളത് തീർത്തും ന്യായമായ ഒരു ആവശ്യമാണ്. ആ ആവശ്യം ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അത് ന്യായമായ ആവശ്യമാണ്. ആ ആവശ്യം അംഗീകരിക്കാനുള്ള സന്നദ്ധതയാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കേണ്ടത്. അതോടൊപ്പം പ്രധാനമന്ത്രിക്കും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനാകില്ല. പ്രധാനമന്ത്രിയും തന്റെ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ ഈ കാര്യത്തിൽ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതേവരെ ഈ പ്രക്ഷോഭം ശക്തമായി തുടരേണ്ടതായിട്ട് വരും. ആ പ്രക്ഷോഭത്തിന് എല്ലാ പിന്തുണയും ഇങ്ങ് കേരളത്തിൽ നിന്നാണെങ്കിലും SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ നൽകുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ തന്നെ പറയൂ, എന്ത് വിളിക്കണം നമ്മുടെ മുരളീധരനെ?